ഹായ് എവരിവൺ. ഹലോ, ഹലോ. ഓക്കെ, കേൾക്കുന്നുണ്ട്. ഞാൻ ഇന്നൊരു സിനിമ കണ്ട്. സിനിമ കണ്ടതിന് ശേഷം എൻ്റെ ചെവിയൊന്നും അങ്ങനെ കേൾക്കുന്നുണ്ടായില്ല. അതാണ് ടെസ്റ്റ് അടിച്ച് നോക്കിയത്. ഒരു 2 കെട്ട് പഞ്ഞിയുമായി പോകേണ്ട സിനിമ ഞാൻ വെറും കൈയോടെ പോയതുകൊണ്ട് തന്നെ സിനിമ ഇന്റർവെൽ കഴിഞ്ഞപ്പോൾ തന്നെ എൻ്റെ ചെവിയൊക്കെ ഏകദേശം തീരുമാനമായി. ഞാനിന്ന് കണ്ട സിനിമയുടെ പേരാണ് കങ്കുവ. ഞാനൊരു വിജയാരാധകനാണ്. എനിക്ക് സൂര്യയുടെ ഒരു തിരിച്ചുവരവ് ഞാൻ കുറെ നാളായിട്ട് ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. പണ്ടൊക്കെ വിജയുടെ ഒരു പടം ഇറങ്ങിക്കഴിഞ്ഞാൽ അത് കമ്പയർ ചെയ്യുന്നത് സൂര്യയുടെ പടമായിട്ടായിരിക്കും. അന്നൊക്കെ സൂര്യയും വിജയും എല്ലാം ഒരേ ലെവലിൽ ആക്ടേഴ്സ് ആയിരുന്നു. കേരളത്തില് സൂര്യക്കുണ്ടായ ഫാൻസിനെ പറ്റി ഒന്നും പറയേ വേണ്ട. പക്ഷെ ഇപ്പൊ അദ്ദേഹത്തിന്റെ ഒരു നല്ലൊരു പടം വന്നിട്ട്, ആ പടം ബോക്സ് ഓഫീസിൽ ഹിറ്റ് അടിച്ചിട്ട് ഏകദേശം 11 വർഷമായി കഴിഞ്ഞു. സിംഗം 2 ആണെന്ന് തോന്നുന്നു അദ്ദേഹത്തിന്റെ അവസാനം ഇറങ്ങിയ ഒരു ഹിറ്റ് ചിത്രം. അതിനുശേഷം 24 എന്ന ചിത്രം വന്നെങ്കിലും അത് ബോക്സ് ഓഫീസിൽ അങ്ങനെ വിജയിച്ചില്ല. സാമ്പത്തികമായി അത് പരാജയപ്പെട്ടു എന്നും തന്നെ പറയാം. അങ്ങനെ 11 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം സൂര്യൻ ഹിറ്റുമായി തിരിച്ചെത്തും എന്ന് വിചാരിച്ച സിനിമയാണ് കങ്കുവ. അതിൽ സംവിധായകനാകട്ടെ നമ്മുടെ ശിവയും. ശിവയുടെ പണ്ടൽ പിന്നെ എല്ലാവർക്കും അറിയാമല്ലോ. ശിവയുടെ മേക്കിങ്ങിൽ നമ്മൾ അധികമൊന്നും പ്രതീക്ഷിക്കില്ലെങ്കിലും സൂര്യ പ്രൊമോഷന് വേണ്ടി നടത്തിയ ചില പ്രസ്താവനകളും പിന്നെ 300 കോടി ബജറ്റിൽ ഒരുങ്ങുന്ന ഒരു സിനിമയെന്ന നിലയ്ക്കും ഞാൻ അല്പം പ്രതീക്ഷ വച്ചിരുന്നു. പക്ഷെ സിനിമ ഒന്നും പറയണ്ട, എന്നെ തീർത്തും നിരാശപ്പെടുത്തി. ഈ വർഷം ഞാൻ കണ്ടതിൽ ഏറ്റവും മോശം പടം ഇതാണ് എന്ന് പറഞ്ഞാലും അതിലൊരു എക്സാഗ്രേഷനുമില്ല. ഒരുപക്ഷെ ഇന്ത്യൻ 2വിനൊപ്പം നിർത്താൻ പറ്റിയ ഒരു ക്രിഞ്ച് ഫെസ്റ്റ്. അതാണ് കങ്കുവ. പടം ഞാൻ കണ്ടത് 3ഡിയിലാണ്. അറ്റ്ലീസ്റ്റ് 2ഡിയിൽ കണ്ടെങ്കിൽ ആ തലവേദനയെങ്കിലും ഒന്ന് ഒഴിവാക്കാമായിരുന്നു. ഇതിപ്പോ 3ഡി എഫക്റ്റിന്റെ തലവേദനയും അതോടൊപ്പം ഈ അലർച്ചയെല്ലാം കേട്ടുകൊണ്ട് ചെവി വേദനയും. പടം 3ഡി ആണെന്ന് കാണിക്കുവാൻ വേണ്ടി നല്ലോണം കഷ്ടപ്പെട്ടിട്ടുണ്ട് ഇതിന്റെ ടെക്നിക്കൽ സൈഡ്. സാലമൻ 3ഡി എന്ന സിനിമയിലൊക്കെ കണ്ടതുപോലെ ഈ സിനിമ 3ഡി ആണെന്ന് കാണിക്കാൻ വേണ്ടി ഒരുപാട് ഗിമ്മിക്സ് യൂസ് ചെയ്തിട്ടുണ്ട്. ജെംസ് കൊണ്ട് കേറ്, കല്ല് കൊണ്ട് കേറ്, മണ്ണ് കൊണ്ട് കേറ്, ഇല കൊണ്ട് കേറ്, അങ്ങനെ ഇഷ്ടം പോലെ ഏറുകളുണ്ട് ഈ സിനിമയില്. അവസാനമാകുമ്പോ തലയോട്ടി കൊണ്ടുവരെ ഒരു ഏറുണ്ട്. ഇതൊക്കെയാണ് 3ഡി എന്നാണ് ഇപ്പോഴും സംവിധായകൻ വിചാരിച്ചു വച്ചിരിക്കുന്നത്. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് സിനിമയിലുടനീളമുള്ള അലർച്ച. ശിവയുടെ സിനിമ ഇതിനു മുമ്പ് കണ്ടിട്ടുള്ളവർക്ക് മനസ്സിലാവും. അദ്ദേഹത്തിന്റെ പടങ്ങളെല്ലാം നല്ല സ്പീഡിലാണ് പോകുന്നത്. അതോടൊപ്പം നല്ല സൗണ്ട് എഫക്ട്സും ഉണ്ടാവും. പക്ഷേ ഈ സിനിമയില് ആദ്യം മുതൽ അവസാനം വരെ നായകൻ ഉൾപ്പെടെ സിനിമയിൽ വരുന്ന പലരും അലറുകയാണ്. ഓരോ ഡയലോഗ് പറഞ്ഞു കഴിയുമ്പോഴും അവര് അലറും. എന്തിനാണ് ആ അലർച്ചയെന്ന് നമുക്കറിയില്ല. ഞാൻ ഈ സിനിമ കാണാൻ പോയത് വെളുപ്പിന് 4 മണിക്കാണ്. സിനിമയാകട്ടെ കംപ്ലീറ്റ് നിരാശ. അപ്പൊ ഇടയ്ക്കെങ്കിലും ഒന്ന് കണ്ണടച്ചൊന്ന് ഉറങ്ങാൻ ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചാലോ, ഇപ്പോഴേക്കും വരും ഈ അലർച്ച. ബ്രഹ്മാസ്ത്രയിൽ ശിവ ശിവ വിളി പോലെ, ആനിമലിൽ പപ്പ പപ്പ വിളി പോലെ ഈ സിനിമയിൽ എല്ലാ കഥാപാത്രങ്ങളും നീട്ടിന് കങ്കുവ കങ്കുവ എന്ന് വിളിച്ചു പോകുന്നുണ്ട്. ടോട്ടലി ഒന്ന് എണ്ണി നോക്കിയാൽ ഒരു 100ന് മേലെയെങ്കിലും തവണ എല്ലാവരും കങ്കുവ കങ്കുവ എന്ന് വിളിക്കുന്നുണ്ട്. സ്റ്റോറി ആൻഡ് ഡയറക്ഷൻ ഇതിനെപ്പറ്റി എനിക്കൊന്നും പറയാനില്ല. ഒന്നുമില്ല പ്രത്യേകിച്ച് പറയാനായിട്ട്. ഫുള്ള് ക്രിഞ്ച് ഫെസ്റ്റ് മാത്രമാണ്. പിന്നെ മറ്റ് ടെക്നിക്കൽ സൈഡ് നോക്കുവാണെങ്കിൽ മ്യൂസിക് തൊട്ട് എഡിറ്റിംഗ് വരെ നല്ല ബോറായിരുന്നു. ഒരു ഒരു പോസിറ്റീവ് പോലും നമുക്ക് പറയാനില്ല ഈ പടത്തിൽ. അതാണ് ഈ സിനിമയുടെ മെയിൻ ഹൈലൈറ്റ്. ഇനി പെർഫോമൻസ് വെച്ചാണെങ്കിൽ പോലും സാധാരണ ഒരു മോശം പടം, ഒരു നെഗറ്റീവ് സിനിമയാണെങ്കിൽ പോലും അതിൽ സൂര്യയുടെ ആക്ടിംഗ് എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും. അദ്ദേഹം ആ സിനിമയ്ക്ക് വേണ്ടി മാക്സിമം എഫേർട്ട് എടുക്കാറുണ്ട്. സൂര്യ ഇതിൽ ഡബിൾ റോൾ ആണ്. 2 റോളും സൂര്യ നന്നായിട്ട് ഉറപ്പിച്ചു. ഇപ്പൊ ഒരു വിജയ് പടമാണെങ്കിൽ അത് ഡബിൾ റോൾ ആണെങ്കിൽ ഒരു റോൾ അദ്ദേഹം എപ്പോഴും നന്നായിട്ട് ചെയ്യാറുണ്ട്. രണ്ടാമത്തെ റോൾ എപ്പോഴും വെറുത്തനുമായിരിക്കും. ഇത് വേറെ കാര്യം. ഈ സിനിമയിലേക്ക് വരുമ്പോൾ സൂര്യ ചെയ്ത 2 കഥാപാത്രങ്ങളും വളരെ മോശം. പ്രകടനങ്ങളായാലും ഡയലോഗ് ഡെലിവറി ആയാലും എല്ലാം മോശം. സിനിമയിലെ നായികയായിട്ട് വരുന്ന ദിഷ പടാനി എല്ലാം ഒന്നും പറയേ വേണ്ട. ദേവരയിലെ ജാനകി ആണെങ്കിൽ ഇതിലെ ദിഷ അത്രയേ ഉള്ളൂ. പിന്നെ ഒരു പയ്യൻ കഥാപാത്രം കൂടി വരുന്നുണ്ട് ഈ സിനിമയിൽ. ആ കഥാപാത്രം കൂടി വരുന്നതോടുകൂടി സിനിമ മൊത്തത്തിൽ അങ്ങ് കൈവിട്ടു പോവുകയാണ്. ആ കഥാപാത്രം എങ്ങനെയെങ്കിലും മരിച്ചു കിട്ടിയാൽ മതിയെന്ന് നമ്മൾ വിചാരിച്ചു പോകും. ആകെ മൊത്തത്തിൽ പറയുകയാണെങ്കിൽ നിർവികാരമായിട്ട് തിയേറ്ററിൽ നിന്ന് കാണാൻ പറ്റുന്ന ഒരു സിനിമ. പ്രത്യേകിച്ച് നമുക്കൊന്നും തോന്നുന്നില്ല. ഒന്നും കിട്ടില്ല ഈ സിനിമയിൽ. സെക്കൻഡ് പാർട്ടിന് വേണ്ടി എന്തൊക്കെയോ കാണിച്ചു വെച്ചിട്ടുണ്ട്. അതിനുവേണ്ടി കുറച്ച് കമിയോ റോൾസ് എല്ലാം വരുന്നുണ്ട്. പക്ഷെ എന്തിന്? ഇന്റർവെൽ കഴിയുമ്പോൾ തന്നെ നമുക്ക് തിയേറ്റർ വിടാൻ തോന്നും. സെക്കൻഡ് ഹാഫ് പോലും കാണാൻ കഴിയില്ല. പിന്നെയാണ് സെക്കൻഡ് പാർട്ട്. അതുകൊണ്ട് തന്നെ പേഴ്സണലി ഈ സിനിമ എനിക്ക് ഒട്ടും വർക്കായില്ല. അസഹനീയമായ എക്സ്പീരിയൻസ് ആയിരുന്നു. അടുത്ത കാർത്തിക് സുബ്ബരാജ് പടത്തിലെങ്കിലും സൂര്യ തിരിച്ചു വരുമെന്ന് നമുക്ക് വിചാരിക്കാം. ശിവയുടെ കാര്യം ഒരു ഉറപ്പുമില്ല. അപ്പൊ പറ്റുന്നവർ സിനിമ കാണാൻ ശ്രമിക്കുക. നന്ദി, നമസ്കാരം.